തത്തപച്ച ഡയറക്ടഡ് ബൈ അദ്വൈതം നായർ, സ്റ്റാറിങ് അർജുൻ അശോകൻ, വിശാഖ് നായർ, റോഷൻ മാത്യു. പിന്നെ ഇതിനകത്തൊരു ചെറിയ കുട്ടിയുണ്ട്, പേരെനിക്കറിയില്ല. പിന്നെ നമ്മുടെ ലക്ഷ്മി മേനോൻ, നമ്മുടെ മിഥുൻ രമേഷിൻ്റെ വൈഫ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ പുള്ളിക്കാരത്തിൻ്റെ ക്യാരക്ടർ എന്താണോ അത് റിയൽ ലൈഫിൽ ആ ഒരു ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്നുള്ള റീലിലൊക്കെ കാണുന്നുള്ള ആ ക്യാരക്ടർ എന്താണോ അത് തന്നെയാണ് സിനിമയ്ക്കകത്ത് ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരത്ത് റോന്തിൽ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു ക്യാരക്ടറായിരുന്നു പുള്ളിക്കാരത്തിക്ക് നല്ലൊരു അഭിനയിക്കാൻ അറിയാമെന്ന് പുള്ളിക്കാരത്തിയുടെ ആ ഒരു ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ അർജുൻ അശോകൻ, ലോക്കോ ലോബോ, അങ്ങനെ പല പല ചെറിയൻ എന്നാണ് നമ്മുടെ വിശാഖ് നായരുടെ പേര്. വിശാഖ് നായർ ഇന്റർനാഷണൽ സ്റ്റെഫാണ്. കാരണം ഒരു ഇന്റർനാഷണൽ സ്റ്റെഫ്, നമ്മൾ വിനായകനെയൊക്കെ പോലെ ഒരു ഇന്റർനാഷണൽ സ്റ്റെഫാണ് പുള്ളി വേണമെങ്കിൽ ഈസിയായിട്ട് ഹോളിവുഡ് സിനിമയിൽ കൊണ്ട് വെക്കാം. അതുപോലത്തെ ഒരു ആക്ടറായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പിന്നെ പലരും പുള്ളിയുടെ അഭിനയം കാണുമ്പോൾ ഓവറൊക്കെ ആയിട്ട് തോന്നിയേക്കാം. പക്ഷെ ആ ഒരു പുള്ളി ആ മീറ്റർ പിടിച്ച് വേറെ റേഞ്ചിൽ ഒരു വളരെ നല്ലൊരു ആക്ടറായിട്ടാണ് എനിക്ക് വിശാഖ് നായർ തോന്നാറ്. പിന്നെ റോഷൻ മാത്യു, ശരിക്കും ഈ സിനിമയുടെ ഒരു ഓറ അല്ലെങ്കിൽ ആ ഒരു സ്ക്രീൻ പ്രസൻസ് ശരിക്കും റോഷൻ മാത്യുവിൻ്റെ സീൻസിലൊക്കെ നല്ല കൈഡി ഉണ്ടായി. റോഷൻ മാത്യു വരുന്ന സീൻസിൽ താടി റോഷൻ എന്നൊക്കെ വിളിച്ചും താടി റോഷനെ കുറിച്ച് കളിയാക്കുമെങ്കിലും പുള്ളി ഗംഭീര ഒരു നല്ലൊരു സ്റ്റാർ മെറ്റീരിയൽ ആയിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. ഭയങ്കര അണ്ടർ യൂസ്ഡ് ആയിട്ടുള്ള ആക്ടറായിട്ടും എനിക്ക് റോഷൻ മാത്യു തോന്നിയിട്ടുണ്ട്. ഇനി ഒരുപാട് നല്ല ഇത്തരത്തിലുള്ള ആക്ഷൻ സിനിമകളൊക്കെ പറ്റിയ ഒരു ഈ സിനിമ കാണുമ്പോൾ അത് മനസ്സിലാവും നിങ്ങൾക്കും ആ ഒരു ക്യാരക്ടറിന്. പിന്നെ ഈ സിനിമയ്ക്ക് ഈ സ്ക്രീൻ പ്ലേയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഫ്ലാഷ് ബാക്ക് പറയുന്ന സീനുകളൊന്നും ലൈക്ക് ഇവരിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വന്ന് പറയാം അങ്ങനെ നടന്നു. സിനിമയുടെ മെയിൻ ഒരു ഓറയുള്ളത് റോഷൻ മാത്യുയുടെ ക്യാരക്ടറാണ്. പുള്ളി ഞാൻ പറഞ്ഞ പോലെ തന്നെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫോട്ടോ വെച്ചാണ് കൂടുതലും കാണിക്കുന്നത്. പിന്നെ സിനിമാറ്റോഗ്രാഫി ബൈ ആനന്ദ് എം ചന്ദ്രൻ, നമ്മൾ ആനന്ദം, അങ്ങനെ നേരം, അങ്ങനെ ഒരുപാട് സിനിമകളിലൊക്കെ ചെയ്തിട്ടാണ്. അടിപൊളി സിനിമാറ്റോഗ്രാഫി ആണ് അത് ശരിക്കും നന്നായിട്ട്. ലൈറ്റിങ് ആണ്, WWE സെറ്റപ്പ് എന്താണ് ഇത്, ഒരു മലയാള സിനിമയ്ക്ക് ഇത്രയും ഡെവലപ്പായി എന്ന് പറയുന്ന ഒരു സംഭവത്താണ്. പിന്നെ ഫ്ലാഷ് ബാക്കിൽ ഇവരുടെ ചൈൽഡ്ഹുഡ് കാണിക്കുമ്പോൾ അന്നേരമുള്ള ഈ സംഭവങ്ങൾ, ഈ പിള്ളേരുടെ ഒരു ആക്ടിങ് ഒക്കെ, ഈ പിള്ളേരെ നമുക്ക് കൺട്രോൾ ചെയ്ത് അഭിനയിപ്പിക്കാൻ തന്നെ ഭയങ്കര പാടുള്ളവർ. ഒന്നില്ലേ പിള്ളേർ കിടന്ന് കച്ചറാക്കും, അല്ലെങ്കിൽ അതങ്ങനെ പലപ്പോഴും സിനിമകൾ സംഭവിക്കാറുള്ള കാര്യം. അപ്പോൾ ഇതിൻ്റെ അകത്ത് അത് ചെറുതായിട്ട് സംഭവിച്ച പോലെ എനിക്ക് തോന്നി. പക്ഷെ അവിടെയുള്ള മേക്കിങ്ങും ഇതിൻ്റെ സൗണ്ടും ഈ സിനിമ നമുക്ക് ഒരു പരിധി വിട്ട് ഇതിൻ്റെ തിരക്കഥയിലുള്ള പ്രശ്നങ്ങളൊക്കെ മറന്ന് നമുക്കിങ്ങനെ രണ്ട് മണിക്കൂർ ഇങ്ങനെ രസത്തിലിങ്ങനെ കണ്ടിരിക്കാൻ പറ്റിയ സിനിമയായിട്ടാണ് തത്തപച്ച തോന്നിയത്. പിന്നെ അവരത് കൺവിൻസ് ചെയ്യുന്ന രീതി, അതായത് എങ്ങനെ നമ്മുടെ നാട്ടിൽ ഇതുപോലെ നമുക്ക് ശരിക്കും വിശ്വസിക്കാൻ തോന്നി എങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നോ ആ രീതിയിൽ വളരെ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്ത ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഈ ഒരു ബ്രദർഹുഡ് സംഭവങ്ങൾ, ഇമോഷൻസ് ഒന്നും അത്രയും ചില ഏരിയാസിന് അത്രയും ഒരു വളരെ ഫ്ലാറ്റ് റൈറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അതായത് ഇവരിങ്ങനെ വർഷങ്ങൾക്ക് ശേഷം കാണുന്നു എന്ന ആ രീതിയിലുള്ള ഇമോഷനും കാര്യങ്ങളൊക്കെ. ഇഷാൻ ഷൗക്കത്ത് ഇതിനകത്ത് മെയിൻ ഒരു ക്യാരക്ടറാണ്. നമ്മുടെ ഷിഹാൻ ഷൗക്കത്ത്, പുള്ളിയുടെ ബ്രദർ, ഇതിൻ്റെ വൺ ഓഫ് ദി പ്രൊഡ്യൂസേഴ്സിൻ്റെ ആളാണ്. പിന്നെ മുജീബ് അജീദിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടിപൊളിയാണ്. പ്രത്യേകിച്ച് ടുവേർഡ്സ് ക്ലൈമാക്സ് വളരെ ഭയങ്കര നമുക്കൊരു രോമാഞ്ചമുള്ള രീതിയിലുള്ള സംഭവങ്ങളൊക്കെയാണ്. പ്രത്യേകിച്ച് ഒരു സംഭവം ഡബ്ല്യു ഒക്കെ കണ്ടവർക്ക്, അല്ലെങ്കിൽ ഇത് കാണാത്തവർക്ക് പോലെ അത് കണക്റ്റ് ആവും. ഒരു ചോക്ക് സ്ലാം ചെയ്യുന്നൊരു സംഭവമാണ്. ഞാൻ പറയുന്നില്ല എന്താണെന്ന്, അധികം ഒന്നും പറയുന്നില്ല, നിങ്ങൾക്കത് തിയേറ്ററിൽ കാണുന്നത് എന്തായാലും മനസ്സിലാവുന്നതായിരിക്കും. ഇനി നമുക്ക് മമ്മൂക്കയിലോട്ട് വരാം. മമ്മൂക്കാൻ്റെ ക്യാമിയോ വാൾട്ടർ ലോപ്പസ് എന്നാണ് കാണിക്കുന്നത്. തുടക്കത്തിൽ ഈ സിനിമ തുടങ്ങുമ്പോൾ ആനിമേഷനിനകത്തും ഈ ആനിമേഷൻ കാണിക്കുക, അവിടെ സായികുമാർ കാണിക്കുന്നുണ്ട്. സായികുമാർ ഈ സിനിമയ്ക്കകത്ത് പിന്നീട് ഒരു വീൽ ചെയറിൽ ഒരു പാരലൈസ് ആയിട്ട് ഒരാളായിട്ടാണ് പിന്നീട് കാണിക്കുന്നത്. പിന്നെ പുള്ളിക്കാരുടെ ഡയലോഗ്സ് കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഒരു സീനിൽ സായികുമാറിൻ്റെ അടുത്ത് മമ്മൂക്ക വന്ന് ലാസ്റ്റ് സീനിൽ മമ്മൂക്കയുടെ ബുള്ളറ്റ് എൻട്രിയൊക്കെ അടിപൊളി, നല്ല ഷോർട്സും സ്ലോ മോഷനും നല്ല. അവിടെ മുജീബ് അജീദിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പിന്നെ ശങ്കർഷാൻ്റെ ഒരു മ്യൂസിക്കിനെ കുറിച്ച് ഞാൻ പറയാൻ പറ്റും. നല്ല പാട്ടുകളായിരുന്നു. ആ ചത്ത പച്ച എന്നുള്ള പാട്ട്, ആരാമച്ച ഇങ്ങനെയല്ലേ, അതൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു എനിക്ക്. പക്ഷെ തിയേറ്റർ കേൾക്കുമ്പോൾ തന്നെ ഒരു ഇതുണ്ടായിരുന്നു. വനിത സിനിപ്ലക്സിലെ സ്ക്രീനിൽ അവിടെ നല്ല ബേസ് ഹെവി ആയിട്ടുള്ള മൂവിയായിരുന്നു. പിന്നെ പാട്ടുകൾ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടാണ്. അങ്ങനെ മുഴച്ചിരിക്കുന്ന ബോറടിപ്പിക്കുന്ന പാട്ടുകളായിരുന്നില്ല. പിന്നെ പാട്ട് മൊത്തത്തിൽ റോളുണ്ട്. മമ്മൂക്കയിലോട്ട് തിരിച്ചു വരാം. അതായത് നമ്മളൊരു സിനിമയിൽ പറയുന്നില്ല, അതായത് വന്ന് നിന്ന അടിപൊളിയാണ്, പക്ഷെ വാ തുറന്നാൽ തീർന്നെന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അതായത് വന്ന് പുള്ളി ഇങ്ങനെ നിൽക്കുമ്പോൾ കൊള്ളാം. അപ്പം അങ്ങനത്തെ ഒരു ക്യാരക്ടറിന് ഒരുപാട് ഡയലോഗ്സ് ഒന്നും കൊടുക്കാതെ ആ ഒരു ഓൾറെഡി ഇങ്ങനെ കീപ്പ് ചെയ്ത്
ആളെങ്ങനെ ഒരു ഒന്നോ രണ്ടോ ഡയലോഗ്സ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മറ്റേ ഭീഷ്മയ്ക്കകത്തൊക്കെ സംസാരിക്കില്ലേ, ഭീഷ്മയിൽ മൈക്കിളപ്പനെയൊക്കെ പോലെ ആക്കിയിരുന്നതിൽ കുറച്ചുകൂടി. പിന്നെ ഹെയർ സ്റ്റൈലും എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. പിന്നെ കുറേ സ്ഥലത്തൊക്കെ ഒരു കോമാളിത്തരം കാണിക്കുന്ന പോലെ ഒരു കോമഡി പീസ് പോലെയൊക്കെ എനിക്കൊരു ലെവലിലോട്ട് എനിക്ക് തോന്നി പേഴ്സണലി. അത് ക്ലൈമാക്സിലെ ഒരു ഭാഗങ്ങളും പിന്നെ ഒരുപാട് സ്ഥലത്ത് സിനിമയ്ക്ക് വെറുതെ വോൾട്ടർ വരുന്നു എന്ന് ഞാൻ പറയുമ്പോൾ നമുക്ക് ആ ഒരു ക്യാമിയോ കൊണ്ടുവരണമല്ലോ എന്ന്, ക്യാമിയോ കൊണ്ടുവരാൻ വേണ്ടി പിന്നെ പെട്ടെന്ന് സിനിമ അവസാനം പെട്ടെന്ന് ഒരു റഷ് ചെയ്ത പോലെയൊക്കെ എനിക്ക് തോന്നി ക്ലൈമാക്സിലേക്ക് എത്തിക്കാൻ വേണ്ടി. അതാണ് ഞാൻ പറഞ്ഞില്ല, ഈസി റൈറ്റിങ്ങിൻ്റെ പ്രശ്നം സിനിമയ്ക്കകത്ത് ഉടനീളം അല്ല, കുറച്ച് സ്ഥലങ്ങളൊക്കെ എനിക്ക് തോന്നി ക്ലൈമാക്സ് ഭയങ്കര റഷ്ഡായിട്ട് ചെയ്ത പോലെയൊക്കെ എനിക്ക് തോന്നി. അപ്പോൾ അതാണ് സത്ത പച്ച നമുക്ക് ആ ഒരു ക്യാമിയോ ഒഴികെ സിനിമ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടായിട്ട് തോന്നി. പിന്നെ ആ ക്യാമിയോ ഭയങ്കര ഒരു സംസാരമൊക്കെ ആണെങ്കിൽ ഒരുമാതിരി ഡയലോഗ്സൊക്കെ വളരെ ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു മൊമെൻ്റ്, ആ ഒരു ക്യാമിയോയുടെ ഓറയും ആ വന്ന എൻട്രിയും ആയിട്ട് ഒട്ടും മാച്ചാത്ത രീതിയിലുള്ള ഡയലോഗ്സും ഡെലിവറി ചെയ്തായിരിക്കും നമുക്ക് ആ ഫോട്ടോ വെച്ച് സ്ലാങ്ങായിട്ട് ഒട്ടും സാധാരണ സ്ലാങ്ങിൽ അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്ത ഒരാളാണ് മമ്മൂക്ക. അങ്ങനെ ആളെ നിന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ടൈപ്പ് ഓഫ് ഡയലോഗ് ഡെലിവറിയും അങ്ങനെ ഒരിക്കലും നമുക്ക് അങ്ങനെ ഡിസപ്പോയിൻ്റ് ചെയ്യുന്ന ഒട്ടും ഞാൻ വിചാരിച്ചില്ല. എൻട്രി വന്നപ്പോൾ ഓളം വെച്ച ആൾക്കാർ പിന്നെ ചിരിച്ച് മറിഞ്ഞെന്നുള്ള അവസ്ഥയായിപ്പോയി. എന്തായാലും ചത്ത പച്ച നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് പടമാണ്. ഈ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു അത്യാവശ്യം എൻഗേജ്ഡ് ആയിട്ട് പിന്നെ ഫാസ്റ്റാണ് സിനിമ. അങ്ങനെ ബോറടി കാര്യങ്ങളൊന്നും നല്ലൊരു എഡിറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. എൻ്റെ എഡിറ്ററിൻ്റെ പേര് എനിക്കറിയില്ല, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും സിനിമ കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ ബൈ.